നമുക്ക് ബസ്സിൻ്റെ കാര്യം മാറ്റി നിർത്താം. ഇനി നമുക്ക് ട്രെയിനിൽ കയറാൻ എന്താ അവസ്ഥ? ഇപ്പോൾ ഈ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീൽ ചെയർ അടക്കം കയറ്റി വെച്ചിട്ട് ടോയ്ലറ്റിനുള്ളിൽ കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാവുന്ന സൗകര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറാൻ പറ്റുമോ? അതാണ് വിഷയം. റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ? അതാണ് വിഷയം. അതുണ്ടോ? ഈ പ്ലാറ്റ്ഫോം ഒക്കെ മാറി ചില സ്ഥലത്ത് ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. അത്തരം സ്ഥലങ്ങളിൽ ഈ പ്ലാറ്റ്ഫോം ഒക്കെ മറികടക്കാന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ആണെന്ന് ഞാൻ പറയട്ടെ. ഈ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറാനായിട്ട് റാമ്പുകൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നി. ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയി വരുന്നുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിനിലേക്ക് എങ്ങനെ കയറും? അതാണ്. അതിപ്പോൾ ഈ പോർട്ടബിൾ റാമ്പുകൾ എല്ലായിടത്തും വേണമെന്നാണ് റൂള് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലായിടത്തും ആയിട്ടില്ല. ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോർട്ടർമാരെ വിട്ടുതരും. വീൽ ചെയർ അടക്കം പൊക്കി കയറ്റുന്ന ചടങ്ങാണ് ഇന്നും. പൈസ കൊടുക്കണോ? ഇല്ല, അത് നമ്മൾ കൊടുത്താൽ അവർ വാങ്ങും, എങ്കിലും അവരായിട്ട് ചോദിക്കാറില്ല. അങ്ങനെയാണ് റൂൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തതിന് പോർട്ടർമാരെ അവർ വിട്ടുതരും. എന്നിട്ട് പക്ഷേ അതിനെല്ലാം ഈ മെട്രോ നമുക്ക് സ്യൂട്ടബിൾ ആണ്. എല്ലാം മെട്രോ അടിപൊളിയാണ്. നമുക്ക് VIP നമുക്കൊരു അഭിമാനത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞാൻ ഇത്രയും വലിയ ആളാണല്ലേന്ന് തോന്നിപ്പോവും. കാരണം നമുക്ക് വേണ്ടി മാത്രം ഒരു അസിസ്റ്റന്റിനെ അവർ വിട്ടുതരും. ടിക്കറ്റൊക്കെ എടുത്ത് തരുന്ന അവരായിരിക്കും. നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിന് മുന്നേ തന്നെ അവർ സ്റ്റേഷനിലേക്ക് ഇത് കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കും, ഇങ്ങനെ ഒരാൾ ഇറങ്ങുന്നുണ്ട്, അവിടെ ആൾ വേണമെന്നുള്ളത്. നമുക്കതിൻ്റെ നമ്മുടെ കൂടെ വന്ന ആൾ തന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് മതി ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവിടെ നിന്നുള്ള സർവീസ് അടിപൊളി. ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. കാരണം അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഒരു സംഭവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ട്രെയിനുകളിലൊക്കെ പണ്ടത്തെ ട്രെയിനിലൊന്നും ഇല്ലല്ലോ. അതെ. പുതിയ വന്ദേ ഭാരതിൽ മാത്രമാണ് ഈ സംഭവം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ട്രെയിനുകളിൽ ഈ ഡിസേബിലിറ്റി കോച്ചിൽ ഉള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഡിസേബിലിറ്റി കോച്ച് മാത്രം മാത്രം ഏറ്റവും പുറകിലൊരു സാധനം ഉണ്ടായിരുന്നു. അതല്ലേ ഉണ്ടായിരുന്നു. അതെ. ഈ കോച്ചിലുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ കുറച്ചും കൂടെ ഒരു മാറ്റങ്ങൾ വേണം. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, 2 പേരുടെ സഹായം എനിക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ കൂടെ വരുന്ന അമ്മയാണ് കയറുന്നതെന്നൊക്കെ എൻ്റെ കൂടെ, അമ്മച്ചിക്ക് എന്നെ ഒട്ടും ഒരു തരത്തിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലുള്ളവരും കൂടെ റെയിൽവേ പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് ടോളിലൊക്കെ എക്സംഷൻ ഉണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. അത് ടോളിൽ എക്സംഷൻ ഉണ്ട്. നമുക്ക് ഡിസേബിലിറ്റി ഉള്ള ആളുടെ പേരിലായിരിക്കണം വണ്ടി. ആ വണ്ടി പക്ഷേ അങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ ആനുകൂല്യങ്ങൾ കിട്ടുകയില്ല. അത് വേറൊരു സത്യം. അതിന് നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഇത് വാങ്ങേണ്ടി വരും. വണ്ടി എടുത്തു കഴിഞ്ഞാൽ റിച്ച് ആണെന്നാണ് എല്ലാവരുടെയും വിചാരം അല്ലേ? അതാണ് വിഷയം. അത് മാത്രമേ വണ്ടി എടുക്കുള്ളൂ. ആനുകൂല്യങ്ങളൊന്നും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കണമെങ്കിൽ തന്നെ അതിനകത്തും കുറെ പരിമിതി ഉണ്ട്. 1000 cc ഇതിനകത്ത് താഴെയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. പക്ഷെ 1000 cc താഴെ ഏത് വണ്ടിയാണെന്ന് പറയുന്നത് വണ്ടികളില്ല. നമുക്ക് വീൽ ചെയർ കയറ്റാനും പറ്റില്ല. ഇപ്പൊ എന്റെ തന്നെ ഇലക്ട്രിക് വീൽ ചെയർ ഉള്ള ആളാണ് ഞാൻ. എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടാറ്റ ഇൻഡിക്കയാണ്. ഇൻഡിക്കയിൽ നമുക്ക് മാനുവൽ ഈ വീൽ ചെയർ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഞാൻ റാമ്പുള്ളൊരു വണ്ടി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ കാരിയർ വെക്കണമെങ്കിൽ ഒരു ഇതുണ്ടെന്ന്, ഫൈൻ ഉണ്ടെന്ന്. ഇപ്പോൾ ഞാനിപ്പോഴൊക്കെയാണ് മനസ്സിലായത്. ഞാൻ വീൽ ചെയർ മുകളിൽ വെക്കാനായിട്ട് കാരിയർ വെക്കാനൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അജറിന് അതിന് ഫൈൻ വരോട്ടാന്ന്. ഞാൻ പറഞ്ഞു ഞാനതിന് അപ്രൂവൽ വാങ്ങുന്നില്ല. ഞാൻ അതിൻ്റെ കാരിയർ പിടിപ്പിച്ചിട്ട് ഞാൻ അത് വീൽ ചെയർ വെച്ചിട്ട് നിങ്ങൾ മറ്റേ ക്യാമറയോ അത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതാ. ഞാൻ എന്നിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, അങ്ങനെ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ ചെറിയെന്ന് പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞ കേട്ടോ, ചിലപ്പോൾ അവരെ നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും വിഷയം ആവണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കണോ, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയുമില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതിന് 100,000 തടസ്സങ്ങളുണ്ട്.